ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഇപ്പം നെഞ്ചുള്ളിൻ്റെ പണിയിലാണല്ലേ. ഞാനും തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ എൻ്റെ നെഞ്ചുള്ളിൻ്റെ ആദ്യത്തെ ദിവസമാണ് ഇത്. അപ്പോൾ രാവിലെ തന്നെ തലേ ദിവസം ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു. ചായയും കടി ഉണ്ടാക്കി, പിന്നെ ചോറിന് തീമട്ടും ചെയ്തു. ഞാൻ ഫസ്റ്റിലാണ് ചെയ്യൽ അൽമാറ നന്നാക്കലാണ്. എല്ലായിടത്തും അൽമാറ ആദ്യം നന്നാക്കിയിട്ട് ബാക്കിയുള്ള പണിക്കൊക്കെ നിൽക്കലുള്ളൂ. അപ്പോൾ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിന് ശേഷമാണ് ഞാൻ നിന്നത്. എനിക്ക് ചെറിയ 2 കുട്ടികളുള്ളതുകൊണ്ട് ഓല മൂടിനനുസരിച്ചാണ് ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്യൽ. അപ്പോൾ ഇന്ന് അവർ രാവിലെ കുറച്ചൊക്കെ ഉറങ്ങിയാണ്. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഏകദേശം 8 മണിക്ക് തന്നെ പണിക്ക് തുടങ്ങി. ചായ കുടിച്ചിട്ടൊന്നുമില്ല, ചായ ഉണ്ടാക്കി വെച്ചിട്ട് പോന്നിട്ടുള്ളൂ. പണിയൊക്കെ കഴിഞ്ഞാലാണ് എനിക്ക് വിശക്കൽ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ട് രാവിലെ തന്നെ ഇത് നന്നാക്കാമെന്ന് വിചാരിച്ചു. മേലത്തെ അൽമാര, താഴത്തെ രണ്ട് അൽമാര ഉണ്ട്. അത് രണ്ടും ഞാൻ ആദ്യം തന്നെ നന്നാക്കിയിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് വന്ന് ഉടനെ തന്നെ ഒക്കെ നന്നാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു അൽമാര ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഏതായാലും നനച്ചുള്ളി അല്ലേ എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ നന്നാക്കാൻ വിചാരിച്ചിട്ട് മേലത്തെ അവിടെ മാറ്റി വെച്ചേക്കണം. മേലെ ആകുമ്പോൾ നമ്മൾ അത്ര ശ്രദ്ധിക്കൂലല്ലോ. അൽമാര നന്നാക്കിയാലേ എനിക്ക് ബാക്കിയുള്ള പണികൾക്കൊക്കെ മൂടുണ്ടാവുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു അൽമാറിൻ്റെ ഉള്ളിൽ നന്നാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് കുഷ്യനും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചുകൊണ്ട് പോയതായിരുന്നു, പൊടി വാറണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ആദ്യം തന്നെ ഈ ഒരു കള്ളിയാണ് നന്നാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എടുത്ത് വെക്കണേ. എന്നിട്ട് മൊത്തത്തിലൊന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് സാധനങ്ങളൊക്കെ കയറ്റുക. അപ്പോൾ കുറേ സാധനങ്ങളുണ്ടാവും, ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതൊക്കെ. അപ്പോൾ ഈ ഒരു സമയത്താണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ എടുത്ത് വെക്കൽ. ഈ അറൻ്റെ ഉള്ളിൽ കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. ഞാൻ കൊള്ളാത്ത ഡ്രസ്സുകൾ, അങ്ങനത്തെ ഫാൻസി സാധനങ്ങൾ ഉപയോഗിക്കാത്തത്, അതുപോലെ പഴയ കല്യാണ ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. എന്നാലും ഇതിൻ്റെ ഉള്ളിൽ പൊടിയും ഇതൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ അൽമാറാകുമ്പോൾ ഉള്ളിൽ ചെറിയ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇടയ്ക്കൊന്ന് തുടച്ച് വൃത്തിയാക്കിയാൽ നല്ലൊരു വൃത്തിയാക്കാരം. ഇങ്ങനെ ഓരോ ഭാഗം മാത്രം എടുത്ത് ഇട്ടിട്ട് ആ ഭാഗം നന്നാക്കിയിട്ട് അത് ഉള്ളിലോട്ട് വെച്ചിട്ട് അടുത്ത ഭാഗം ചെയ്താൽ നമുക്ക് കുറേ ഭാരം തോന്നില്ല. അപ്പോൾ നമുക്ക് ഏതൊക്കെ സാധനം എവിടെയെന്നുള്ളത് നമുക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവും, എങ്ങനെ വെക്കേണ്ടത് എന്നുള്ളതും. വൃത്തിയാക്കി വെക്കാനും പറ്റും. അധികം പെട്ടെന്ന് തന്നെ പണി ചെയ്യും. അപ്പോൾ അതൊക്കെ എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് നമ്മളൊരു നനഞ്ഞ ഒരു തുണി, അധികം നനവുള്ളതല്ല, ഞാനൊരു ഫൈബർ ക്ലോത്തിൻ്റെ തുണി ഞാൻ വന്നപ്പോൾ കൊണ്ടുവന്നീന്. അതെടുത്ത് നല്ലോണം ഒന്ന് പിഴിഞ്ഞ് ഒന്ന് നനച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കുക. ഈ ഇങ്ങനത്തെ അൽമാറൊന്നും വല്ലാതെ നനക്കാൻ പറ്റില്ലല്ലോ, പൂപ്പലൊക്കെ വരുമല്ലോ. അപ്പോൾ നല്ലോണം പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക. പിന്നെ അത് ഉണങ്ങിൻ്റെ ശേഷമാണ് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങളൊക്കെ കയറ്റില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേണ്ടാത്തായ കുറേ സാധനങ്ങളുണ്ടാവും. ഇത് കൊല്ലങ്ങളായിട്ട് നമ്മളിങ്ങനെ കൊണ്ടെടുക്കുന്ന സാധനങ്ങൾ. ഇതിപ്പോൾ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് എനിക്ക് ഗിഫ്റ്റ് തന്നൊരു പേഴ്സായിരുന്നു. അപ്പോൾ അത് ഏകദേശം 7 കൊല്ലത്തോളമായിട്ട് ഒരു കാലി ഞാൻ എടുത്തേക്കും. ഇതിൻ്റെ കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെ ഡ്രസ്സുകളും കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെയാണ്. ഇതൊക്കെ നമ്മളിങ്ങനെ സൂക്ഷിച്ച് വെക്കേണ്ടതല്ല. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു കവറിൻ്റെ ഉള്ളിലായിട്ടാണ് എടുത്ത് വെക്കൽ. അപ്പോൾ അത് പൊടി പാറണ്ടെന്ന് വിചാരിച്ചിട്ട്. അൽമാറിൻ്റെ ഉള്ളിൽ വെച്ചാലും പൊടി ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ കവറിൻ്റെ ഉള്ളിൽ വെച്ചാൽ പൂപ്പലും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എടുത്തേക്കാൻ പറ്റും. ഒരു സെറ്റ് സാരി ഉണ്ട്, പിന്നെ കല്യാണ സാരി എല്ലാം ഈ അൽമാറിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഇതെപ്പോഴൊന്നും ഉപയോഗിക്കൊന്നുമില്ലല്ലോ, കല്യാണത്തിൻ്റെ നെറ്റ് കാര്യങ്ങൾ. ഇതിങ്ങനെ ഈ നനച്ചുള്ളിൻ്റെ സമയത്തൊക്കെയാണ് നമ്മളിങ്ങനെ ഇതൊക്കെ ഒന്ന് നോക്കൽ. ഞാൻ പിന്നെ നനച്ചുള്ളിക്ക് മാത്രമായിട്ട് ഒരു കൊല്ലത്തിലൊന്നല്ല കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യൽ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യലുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങളും കവറിലാക്കിയിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാറാണ് ചെയ്യൽ. എന്നാൽ പിന്നെ പൂപ്പലും കാര്യങ്ങളൊന്നും വരില്ല. അത് കഴിഞ്ഞിട്ട് 2 മക്കളെയും കീറത്തുണികൾ നമ്മൾ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് മൂത്രം ഇതാവതെക്കാൻ ശീലമൊക്കെ വെച്ചുമല്ലോ, തുണി വെച്ച് കെട്ടുമല്ലോ. ആ തുണികൾ ഞാനിതൊന്നും കളയലില്ല കേട്ടോ. ഫസ്റ്റത്തെ ആൾക്കുള്ളത് രണ്ടാമത്തെ ആൾക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ ഇതൊന്നും കളയാറില്ല, അതൊക്കെ എടുത്ത് വെക്കൽ തന്നെ. അത് കൈകൊക്കെ എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതൊരു കവറിലാക്കിയിട്ട് എടുത്ത് വെക്കും. ഇനി എന്തെങ്കിലും ആവശ്യം വന്നാലും എടുക്കല്ലോ വിചാരിച്ചിട്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത കച്ചറ സാധനങ്ങളൊക്കെയാണിത്. കുറേ കാലമായിട്ട് ഫസ്റ്റ് മോളെ പള്ളിയുള്ള സമയത്ത് കഴിച്ച കുങ്കുമപ്പൂവിൻ്റെ പെട്ടിയൊക്കെയാണ് ഇട്ടത്. അതൊന്നും ഒരു സാധനം ഒഴിവാക്കില്ല. പിന്നെ നനച്ചുള്ളിൻ്റെ സമയത്താവും ഓരോന്ന് എടുത്തിങ്ങനെ ഒഴിവാക്കുക. ചില സാധനങ്ങളുണ്ടോ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിലും ഇങ്ങനെ പാത്തക്കണൊരു സ്വഭാവം. ഇതിൻ്റെ ഒരു കാൽക്കുലേറ്ററാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 10 വർഷത്തോളമായിട്ട് എൻ്റെ കൈക്കലുണ്ട്. ഞാൻ +2 പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ചതെങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട്. ഇത്ര കൊല്ലമായിരുന്നൊന്നും ഓർമ്മയില്ല, 10 കൊല്ലമൊക്കെ ആയിട്ടുണ്ടാവും എന്തായാലും. ചില സാധനങ്ങൾ അങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ കല്യാണത്തിൻ്റെ നിക്കാഹിൻ്റെയൊക്കെ സമയത്തുള്ള നമ്മളെ നെറ്റിച്ചൂട്ടി, കമ്മൽ, അതൊക്കെയാണ്. ഇതൊന്നും ഉപയോഗിക്കലില്ല കേട്ടോ. എന്നാലും വെറുതെ എടുത്ത് വെക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ രസമാണല്ലോ നമ്മളെ കല്യാണത്തിൻ്റെ ഓർമ്മകളും ഇതൊക്കെ. ഇതേപോലെ ഇങ്ങനത്തെ മിഠായി പെട്ടികൾ, നമ്മൾ ഫെറോറോ റോച്ചറിൻ്റെ ഒക്കെ പെട്ടികൾ, ഇങ്ങനത്തെ പെട്ടികളൊക്കെ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം കൂടി എനിക്കുണ്ട്. അങ്ങനത്തിലാണ് ഞാനിങ്ങനത്തെ ഫാൻസി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കൽ.
അതുപോലെ എൻ്റെ കല്യാണത്തിൻ്റെ സമയത്തുള്ള ബാഗാണിത് കേട്ടോ. 5 വർഷത്തോളമായി ഈ ബാഗിന്. ഒരു ബാഗ് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റാതെ ഇങ്ങനെ തുലിഞ്ഞു വരുന്നൊരു ഇതുണ്ടായപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ്. ഇതുവരെ അത് ഒഴിവാക്കിയിട്ടില്ല. ഇനി പ്രാവശ്യം ഇനി ഒഴിവാക്കരുത്, കുട്ടികൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ട്. സിബിനൊന്നും കേടില്ലാതായപ്പോൾ ഇങ്ങനെ എടുത്ത് വെച്ചാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേ സാധനങ്ങളുണ്ട്. നമ്മുടെ ലക്ഷ്മി നായർ ബുക്ക്, ഇതിൻ്റെ ആങ്ങളെ എനിക്ക് തന്നതേന്. അന്നൊക്കെ ഇതിലൊക്കെ നോക്കിയായിരുന്നു സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നാലും ഇപ്പോഴും ഒരു കേടില്ല, എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടുത്തത് നമ്മൾ ഓരോ ബുക്കും കാര്യങ്ങളും. പിന്നെ പണ്ടത്തെ 10 പൈസേൻ്റെ അതാണ്, 1990. ഞാൻ ജനിച്ചതിന് മുമ്പുള്ളതാണ്. ഇങ്ങനെ നനച്ചുള്ളിൻ്റെ സമയത്തുള്ള ഇങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റുക. ആ ആഗ്രഹിൻ്റെ ആ ഒരു ബുക്ക് കുറേ കാലമായി, 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്തുള്ളതാണ്. അങ്ങനെ ആ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചു. ഞാൻ അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ ഇവിടെ വെക്കൽ. പിന്നെ ആയിട്ടിൻ്റെ ഡ്രസ്സും നാട്ടിൽ വെക്കുന്ന സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ വെക്കൽ. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അടുത്തത് സെൻറ്ററിലുള്ള ആ ഭാഗത്ത് തന്നെ ഞാൻ നന്നാക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് മൊത്തം ഡോറും എല്ലാം തുടച്ചെടുക്കും കേട്ടോ. മൊത്തം ചളി കാണുമ്പോൾ അത്ര ഇല്ലെങ്കിലും പക്ഷേ ഉള്ളിൽ എങ്ങനെയായാലും പൊടി ഉണ്ടാവും. നമ്മൾ വൃത്തിയാക്കണം. നമ്മൾ ചെയ്യുമ്പോൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ബോസാക്കി ചെയ്യണ്ടേ. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കവറിലാണ് എൻ്റെ പണ്ടത്തെ ഫോണുകളാണ്. ഞാനിപ്പോൾ കല്യാണം കഴിഞ്ഞ തൊട്ടാണ് ഞാൻ ഫോൺ ഉപയോഗിക്കൽ തുടങ്ങി. അന്ന് തൊട്ടുണ്ടായിരുന്നു എൻ്റെ കയ്യിൽ കേടുന്ന എല്ലാ ഫോണും ഉണ്ട്. ഒന്നും ഒഴിവാക്കൂല, എല്ലാം എടുത്ത് വെക്കും. ഇനി ഒരു 2 ഫോണും കൂടി ഉണ്ട്, അത് ഇതിലില്ല. ഏകദേശം 5 ഫോണോളം ഇപ്പോൾ ഉണ്ട്. 7 കൊല്ലം കൊണ്ട് ഉപയോഗിച്ച ഫോണുകളാണ്. 7 കൊല്ലം കൊണ്ടിപ്പോൾ 8ാമത്തെ ഫോൺ കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. 5 ഫോൺ ഇതുണ്ട്, പിന്നെ ഒരു 2 ഫോണും കൂടി വേറെ ഉണ്ട്. കൊല്ലത്തിലൊരു ഫോൺ എന്നാണ്. ഇപ്പോൾ ഈ ഒരു ഫോൺ തന്നപ്പോൾ തന്നെ പറഞ്ഞിട്ട് ഇത് 2 കൊല്ലെങ്കിലും ഉപയോഗിച്ചില്ല, എനിക്ക് ഇനി വേറെ ഫോണില്ല പറഞ്ഞു. എന്താണെന്നറിയില്ല, എൻ്റെ ഫോൺ അങ്ങനെ ഡിസ്പ്ലേ അടിച്ചു പോകും, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത് പിന്നെ ബാക്കി ബാലൻസ് വന്നിട്ടുള്ള സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അത് എക്സ്ട്രാ എടുത്തു വെച്ചതാണ്, എന്തെങ്കിലുമൊക്കെ പൊട്ടിയാൽ ഉപയോഗിക്കാൻ വിചാരിച്ചിട്ട്. അങ്ങനെ ആ ഒരു അറയും ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞങ്ങളെ നിക്കാഹിൻ്റെ കോട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആർക്കും കൊടുക്കാൻ വിചാരിച്ചുകൊണ്ട് എടുത്ത് വെച്ചതാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഇനി ലാസ്റ്റത്തെ കല്ല്, ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതും അയക്കും സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഞാനിത് ഏകദേശം ഒരു 2 മണിക്കൂറിനുള്ളിൽ തീർക്കണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ മക്കൾ നീച്ചാൽ പിന്നെ ഒരു പരിപാടി നടക്കില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ, ഇത് 10ാം ക്ലാസ്സിലെ എൻ്റെ ഓട്ടോഗ്രാഫാണ് കേട്ടോ. ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നല്ല രസമാണ്. ഇതൊക്കെ നനച്ചുള്ളിൻ്റെ ഇങ്ങനെ ഈ അൾമാറൊക്കെ നന്നാക്കുമ്പോൾ നമ്മളിതൊക്കെ കാണുള്ളൂ. ഇങ്ങനെ അൾമാറിൻ്റെ ഉള്ളിലെടുത്ത് വെക്കും. പഴയ ഡയറികൾ, ഇതിൽ ഓരോന്നൊക്കെ എഴുതി വെച്ചതൊക്കെ വായിക്കുമ്പോൾ നല്ല രസമാണ് കേട്ടോ. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരാൻ. ഇതൊക്കെ പണ്ട് 10ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു 10-12 വർഷത്തോളമായിട്ട് അത് ന്യൂ ഇയറിന് നമ്മൾ ഗിഫ്റ്റ് കൊടുക്കണ കാർഡാണ് അന്നൊക്കെ ഇങ്ങനെ ഇതൊരു മോഡല്. അപ്പോൾ ഇങ്ങനത്തെ രസമുള്ള സാധനങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കണ സ്വഭാവം എനിക്കുണ്ട്. അത് പിന്നെ തൊട്ടിയില്ലെങ്കിൽ അതിങ്ങനെ എടുത്ത് വെക്കും, ഒരു കേടുണ്ടാവില്ല. പിന്നെ ഇത് ഞങ്ങൾ ഫാമിലി ടൂറ് പോയതിൻ്റെ ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അന്ന് എൻ്റെ ആങ്ങളായിരുന്നു ഇതൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ലിസ്റ്റും കണക്കും കാര്യങ്ങളൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. ഏകദേശം 8 വർഷം മുമ്പുള്ളതാണ് കേട്ടോ. ഈ കാണുന്നതൊക്കെ ഒരു കേടില്ലാതെ എപ്പോഴും എടുത്ത് വെച്ചിരുന്നു. പിന്നെ അന്നത്തെ കാലം പാട്ടും കാര്യങ്ങളൊക്കെ CD-യിലല്ലായിരുന്നു സൂക്ഷിച്ചത്. ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞങ്ങളെന്തോ യൂത്ത് ഫെസ്റ്റിവലിൻ്റെ പരിപാടിക്ക് എന്തോ ഡാൻസും ഒപ്പനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പാട്ട് എടുത്ത് വെച്ചതായിരുന്നു. ഇത് പണ്ടത്തെ ഡയറിയും കാര്യങ്ങളും. അങ്ങനെ ഇങ്ങനത്തെ ഓരോ പണിക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് രസമാണ്. പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കും. അങ്ങനെ ഈ ഒരു കബോർഡിൻ്റെ ഉള്ളിലും സാധനങ്ങളൊക്കെ വെച്ച്, ഇത് ഉപയോഗിക്കാത്ത ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ട്. പണ്ടത്തെ കേടുവരാത്ത പഴയ ഡ്രസ്സുകളൊക്കെ, പ്രസവവും കാര്യങ്ങളൊക്കെ ആയപ്പോൾ പിന്നെ ആ ഡ്രസ്സ് കൊള്ളാതായി. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തൊക്കെണ്ടേനു. ആൾമാരിൽ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഞാൻ കുറച്ച് വന്നപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കാനുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ഗൾഫിൽ നിന്ന് വന്ന സമയത്ത്. അപ്പോൾ കുട്ടികളെ പഴയ ഷീറ്റും കാര്യങ്ങളും അതൊക്കെ ഒന്നും ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. അതുപോലെ എൻ്റെ വേറെ ഒരു സാരിയാണിത്. അപ്പോൾ അതും നല്ല വൃത്തിക്ക് മടക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെക്കണം. സാരികളും ഇതൊക്കെ ഞാൻ ഈ ഒരു മറയിലാണ് എടുത്ത് വെക്കൽ. താഴത്തൊന്നും എടുത്ത് വെക്കലില്ല. നമ്മൾ സ്ഥിരം സാരിയൊന്നും ഉപയോഗിക്കാറില്ല. എന്തെങ്കിലും കല്യാണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലൊക്കെയാണ് സാരിയൊക്കെ ഉപയോഗിക്കൽ. അപ്പോൾ അത് നല്ല മട്ടത്തിൽ മടക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ബ്ലൗസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് മറിക്കൊന്ന് എടുത്ത് വെക്കുകയാണ്. ഇതൊക്കെ നനച്ചുള്ളിൻ്റെ സമയത്ത് എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അവിടെ വെച്ചതായിരുന്നു. മേലാവുമ്പോൾ നമ്മളെ കണ്ണ് മറിഞ്ഞാണ്ട് വെക്കല്ല കുറേ. പിന്നെ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കുറച്ച് സാധനങ്ങൾ എക്സ്ട്രാ എടുത്ത് വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ച്. അതുപോലെ മക്കളെ പാമ്പേഴ്സും
കാര്യങ്ങൾ ക്ലോത്ത് ഡയപ്പറൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇപ്പോൾ ഉപയോഗിക്കലില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ഒരു ബാഗിൻ്റെ ഉള്ളിലാക്കിയിട്ട് അത് എടുത്ത് വെക്കണേ. ഇതൊന്നും കേടൊന്നും വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് വെക്കണത്. അങ്ങനെ അതിൻ്റെ ഉള്ളും ഏകദേശം എല്ലാം സെറ്റായി മൊത്തത്തിൽ. ഈ അൾമാരയിൽ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും എടുത്ത് വെക്കലില്ല, ഉപയോഗിക്കാത്തതും പിന്നെ പുതിയ ഡ്രസ്സുകൾ അങ്ങനെയൊക്കെ എടുത്ത് വെക്കലുള്ളൂ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടി ഇതിൻ്റെ മേലെയുള്ള ഭാഗം നന്നാക്കുക എന്നുള്ളത്. മേലെ നമ്മൾ കംഫർട്ടറും പിന്നെ ബ്ലാങ്കറ്റും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്, അതൊക്കെ എടുത്ത് അതിൻ്റെ മേലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടണം. പിന്നെ ഇതിപ്പോൾ ഞാൻ കഴുകണമൊന്നുമില്ല, ഇത് പിന്നെ ഞാനിവിടെ ആരെങ്കിലും വിരുന്ന് വരുന്ന സമയത്തൊക്കെ ഞാൻ ഈ സാധനം ഉപയോഗിക്കുള്ളൂ. പിന്നെ അവർ പോയി കഴിഞ്ഞാൽ ഞാനിതൊന്ന് വെയിലത്തിട്ട് വെക്കും, അല്ലാതെ അലക്കലൊന്നുമില്ല കേട്ടോ, അതിനുള്ള താങ്ങൊന്നുമില്ല, അത്രയ്ക്കും വെയിറ്റ് അല്ലേ സാധനം. അപ്പോൾ അതിൻ്റെ മേലെ ഭാഗത്തൊക്കെ നിറച്ച് പൊടി ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ ക്ലോത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്, അതൊന്നും ഞാനിപ്പോൾ ഇതിൽ കാണിക്കണില്ല കേട്ടോ. അല്ല നല്ല ചളി ഉണ്ടാവും മേലെന്ന് പറഞ്ഞ ചളിയും പൊടിയൊന്നും ഉണ്ടാവില്ല എന്നൊന്നും വിചാരിക്കേണ്ട, പക്ഷേ മേലെ നല്ല പൊടി ഉണ്ടാവും. നമ്മളാളും പാളും താമസിച്ചില്ലെങ്കിലും അതിൻ്റെ ഉള്ളിലൊക്കെ ചളി ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി നല്ല വൃത്തിയാക്കി തുടച്ചെടുക്കണം. എന്നിട്ട് അതിൻ്റെ മേലേക്ക് കയറ്റി വെച്ചു. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനലായിട്ടുള്ള പരിപാടി. പിന്നെ ഇതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. ഇത് പിന്നെ താഴത്തെ അൾമാറ ഞാൻ നന്നാക്കിയതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ അൾമാറ നന്നാക്കൽ. 2 മണിക്കൂർ കൊണ്ട് ഈ പരിപാടി എല്ലാം കഴിഞ്ഞു, 10 മണിയപ്പോൾ ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.